കിഫ്ബി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസന പാന്താവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായിരുന്നു. 90,000 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ ഒരു ചാലക ശക്തിയായി കിഫ്ബിക്ക് മാറാൻ കഴിഞ്ഞു. ഈ കിഫ്ബി എന്ന പദ്ധതിക്ക് 10 വർഷക്കാലം മുമ്പ് കൂടുതൽ കരുത്താർജിക്കുമ്പോൾ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 20 കൊല്ലം കഴിഞ്ഞാൽ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഇപ്പോഴേ ചിന്തിക്കുക എന്ന് മാത്രമല്ല, 20 കൊല്ലം കഴിഞ്ഞ കേരളത്തെ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കുക എന്നതായിരിക്കണം കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിൽ കിഫ്ബി ഒരിക്കലും പ്ലാൻ ഫണ്ടിലൂടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നാം കരുതിയിരുന്ന എത്രയോ പുത്തൻ പദ്ധതികൾ കിഫ്ബിയിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ വകുപ്പുകളിലും മണ്ഡലങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് 30 വർഷക്കാലമായി ഒരു നാടിൻ്റെ സ്വപ്നമായിരുന്നു. മാറി മാറി വന്ന ഭരണാധികാരികളൊക്കെ പല വിധത്തിലുള്ള സേവനങ്ങൾ, ചിന്തകളൊക്കെ ആ കാര്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അത്തരത്തിലൊരു വലിയ പാർക്ക് 360ഓളം ഏക്കറയിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് സാമ്പത്തികമായി ഒരിക്കലും പ്ലാൻ ഫണ്ടിലെ പണം ഉപയോഗിച്ച് സാധ്യമാകാനേ കഴിയാത്ത കാര്യമായിരുന്നു. ആസ്ട്രേലിയൻ ഡിസൈനറായിട്ടുള്ള ജോൺകോ തയ്യാറാക്കിയ ഡിസൈൻ അനുസരിച്ച് അത് പൂർത്തീകരിക്കാൻ കോടികൾ വേണം എന്ന സ്ഥിതി വന്നപ്പോഴാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സുവോളജിക്കൽ പാർക്കിന് ആവശ്യമായിട്ടുള്ള പണം പൂർണ്ണമായും നൽകും എന്ന് പ്രഖ്യാപിച്ചത്. 371 കോടി രൂപ ചിലവഴിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള സുവോളജിക്കൽ പാർക്കിൽ 60 കോടി കഴിച്ചാൽ ബാക്കിയെല്ലാം കിഫ്ബിയുടെ സംഭാവനകളാണ്. കേവലം ഒരു പാർക്ക് വന്നു എന്ന് മാത്രമല്ല, സെൻട്രൽ സൂ അതോറിറ്റി CZA അതിൻ്റെ അന്വേഷകർ ഇവിടെ പരിശോധനയ്ക്ക് വന്നപ്പോൾ അവർ ചോദിച്ചു, ഇത്ര വലിയൊരു സുവോളജിക്കൽ പാർക്ക് എങ്ങനെ ഒരു ഗവൺമെൻറ്റിന് പണം ചെലവഴിച്ചുകൊണ്ട് നടത്താനായി? കേവലം സുവോളജിക്കൽ പാർക്ക്, അവിടെ ഒരു പാർക്ക് വന്നു എന്നതിനേക്കാൾ ഉപരിയായി ആ മേഖലയിലെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ വലുതായി ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ അത് മുന്നേറ്റം ഉണ്ടായി. ഞങ്ങളുടെ മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ റോഡുകളും, മഹാഭൂരിപക്ഷം വരുന്ന PWD റോഡുകളും അതിഗംഭീരമായി നിർമ്മിക്കപ്പെട്ടത് കിഫ്ബി എന്ന പദ്ധതിയിൽ പണം ചെലവഴിക്കപ്പെട്ടപ്പോഴാണ്. പീച്ചി വാഴാനി കോറിഡോർ ഒല്ലൂർ മണ്ഡലത്തിന് വേണ്ടി നൽകിയ ഒരു പദ്ധതിയാണ്. 60 കോടി രൂപയോളം വരും എന്ന് കരുതിയിരുന്ന പദ്ധതി ആധുനിക കാലത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രത്യേകതകളും കൂടി പൂർത്തിയാക്കിയപ്പോൾ 100 കോടിയോളം രൂപ ചെലവ് വന്നു. അതിമനോഹരമായിട്ടുള്ള, മലയോര മേഖലയിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിമനോഹരമായിട്ടുള്ള ആ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സംഭാവന ചെയ്തത് കിഫ്ബിയാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് 15 മീറ്റർ വീതിയിൽ എടുത്ത ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ റോഡ് കുട്ടനല്ലൂർ മുതൽ പയ്യപ്പള്ളി മൂല വരെ പണിയാനും ആ പണിയോടൊപ്പം തന്നെ പുത്തൂരിൽ ഒരു സമാന്തര പാലം നിർമ്മിക്കാനും പണം കൊടുത്ത് ഭൂമി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, റോഡിനും പാലത്തിനും കൂടി 57 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ചെലവഴിക്കാൻ കഴിഞ്ഞതും ഈ വികസന പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട നേട്ടമാണ്. 3 ട്രെയിനുകൾ വരെ പോയാലും തുറക്കാതെ കിടക്കുന്നൊരു ഗേറ്റായിരുന്നു നെടുപുഴ നെടുപുഴ പാലം. അവിടെ ഒരു പാലം ഉണ്ടാക്കണം, നെടുപുഴ ഗേറ്റിലൊരു പാലം ഉണ്ടാക്കണം. ദീർഘകാലമായി ഒരു ജനതയുടെ ആഗ്രഹമാണ്. 35 കോടി കിഫ്ബി മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, 13.5 കോടി, അതിൽ നിന്ന് 13.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്തവരുടെ മുഴുവൻ പണവും കൊടുത്ത് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റി കൊട്ടേഷൻ എടുത്ത് ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ആരംഭിച്ചു. ദീർഘകാലമായി നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായിരുന്നു ഒല്ലൂർ കുപ്പിക്കഴുത്ത് നമുക്കൊന്ന് മാറ്റണം. ഒല്ലൂരിൻ്റെ ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഒരു പദ്ധതി തയ്യാറാക്കി. കേരളത്തിലെ 20 ജംഗ്ഷനുകൾ വികസിപ്പിക്കാനായിരുന്നു ആ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമായിട്ടും ആലോചിച്ചത്. ആ 20 ജംഗ്ഷനുകൾ വികസിപ്പിക്കുന്നതിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുണ്ടായിരുന്നത് ഒല്ലൂർ ജംഗ്ഷനായിരുന്നു. അതിവേഗം ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. 55 കോടി 70 ലക്ഷം രൂപ കിഫ്ബി ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി മാത്രം മാറ്റിവെച്ചു. ആ പണം ഇപ്പോൾ വിതരണം ചെയ്യാനാകും. കാരണം ആ പണം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കിഫ്ബിക്ക് ഭൂമി ഏറ്റെടുക്കുന്ന വിഭാഗത്തിൻ്റെ റിക്വസ്റ്റ് ലഭ്യമായി കഴിഞ്ഞു. കിഫ്ബി ഈ ആഴ്ച തന്നെ ആ പണം നമുക്ക് നൽകുന്നതോടെ ഒല്ലൂർ ജംഗ്ഷനിൽ എത്രയോ വർഷങ്ങളായി കിടക്കുന്ന ഈ ബ്ലോക്ക് സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ജംഗ്ഷനായി അതിനെ മാറ്റാൻ കഴിയും. 55 കോടി 71 ലക്ഷം രൂപ ഭൂമി ഏറ്റെടുക്കാൻ നൽകി എന്ന് മാത്രമല്ല, ഏറ്റെടുത്ത ഭൂമിയിൽ പുതിയ റോഡിൻ്റെ നിർമ്മാണത്തിന് 18 കോടി രൂപ കൂടി കിഫ്ബി അഡീഷണലായി കഴിഞ്ഞ ബോർഡിൽ അനുവദിക്കുകയുണ്ടായി. അപ്പോൾ അതോടുകൂടി ഒല്ലൂർ ജംഗ്ഷൻ്റെ 4 ഇടവഴികളിലേക്കുള്ള യാത്രയും ഏറ്റവും സുഗമമാകുന്ന വിധത്തിൽ
നമുക്ക് മാറ്റാനായി എന്ന സന്തോഷകരമായ കാര്യവും നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീധരി പാലം, പാണഞ്ചേരി നടത്തറ പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിക്കുന്ന ശ്രീധരി പാലം എത്രയോ കാലമായി ആളുകളുടെ സ്വപ്നമാണ്. ഞാൻ MLA ആയി 10 വർഷക്കാലം മുമ്പ് വരുമ്പോൾ അത്യാവശ്യം ബൈക്കിന് വേണമെങ്കിൽ പോകാവുന്ന, ബൈക്കിൽ പോയാലോ നടന്നു പോയാലോ കുലുക്കമുള്ളതുകൊണ്ട് തകർന്നു വീഴുമോ എന്ന് പേടിച്ചിരുന്ന ഒന്നായിരുന്നു ശ്രീധരി പാലം. ശ്രീധരി പാലം അവിടെ നിലനിൽക്കുന്നത് മണലിപ്പുഴയുടെ കുറുകെയുള്ളൊരു പാലമായതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഉപേക്ഷിച്ചില്ലെങ്കിൽ എപ്പോഴും തകർന്നു വീഴും എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ആ ഘട്ടത്തിലാണ് കിഫ്ബിയെ സമീപിച്ചത്. കിഫ്ബി അനുവദിച്ചതനുസരിച്ച് 10.5 കോടി രൂപ ചെലവഴിച്ച് കേവലം പാലം മാത്രമല്ല, ചവറാമ്പാടം മുതൽ കൂട്ടാല വരെയുള്ള BMBC ചെയ്ത മനോഹരമായിട്ടുള്ള റോഡ് കൂടി വന്നതോടെ ശ്രീധരി പാലം ഇന്ന് ആളുകളുടെ മനസ്സിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു യാത്രാനുഭവമായി മാറുന്ന വിധത്തിൽ അത് തയ്യാറാക്കി. മലയോര ഹൈവേ പട്ടിക്കാട് ജംഗ്ഷനിൽ നിന്ന്, അഥവാ പീച്ചി റോഡ് ജംഗ്ഷനിൽ നിന്ന് വിലങ്ങന്നൂർ വരെയുള്ള ആദ്യഘട്ടം പൂർത്തീകരിച്ചു. പൂർണ്ണമായും കിഫ്ബിയുടെ സംഭാവനയാണ്. വിലങ്ങന്നൂരിൽ നിന്ന് നമ്മുടെ മണ്ഡലത്തിലെ മാന്നാമംഗലം മരോട്ടിച്ചാൽ വഴി പുളിഞ്ചോട്ടിലേക്കുള്ള റോഡ് 161 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് സുവോളജിക്കൽ പാർക്കിനെ കൂട്ടിമുട്ടിക്കുന്ന ഒരു ഇടനാഴി എത്രമാത്രം മനോഹരമാകും എന്ന കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. പീച്ചി ഏറ്റവും മനോഹരിയായ ഒന്നാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നമാണ് കഴിഞ്ഞ കുറച്ച് നാളായി നടന്നത്. അവിടെ കേവലം 5 കോടി രൂപയുടെ ഒരു സൗന്ദര്യവൽക്കരണം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ചിന്തിച്ചപ്പോൾ കിഫ്ബി ഉൾപ്പെടെ പങ്കാളികളായിക്കൊണ്ട് 359 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റിൻ്റെ DPR ഇപ്പോൾ തയ്യാറാക്കുകയാണ്. DPR തയ്യാറാക്കുന്നതിന് 1 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന പണത്തിൽ കിഫ്ബിയും കുറച്ച് PPPയും പിന്നെ കുറച്ച് CSRും അങ്ങനെ നമുക്കത് പൂർത്തീകരിക്കാം എന്നാണ് നമ്മൾ കരുതിയത്. സ്വാഭാവികമായിട്ടും പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരുന്ന 30 ലക്ഷത്തോളം വരുന്ന മനുഷ്യരിൽ ഒരു നല്ല ശതമാനം ആളുകളെ മലയോര മേഖലയിലൂടെ പീച്ചി മൊരപ്പക്കെട്ടും ഉൾപ്പെടെയുള്ള ഡാമിൻ്റെ തീരത്തേക്ക് കൊണ്ടുപോകാനും പുതിയ കാലത്തുണ്ടാകാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആസ്വദിക്കാനും അവർക്ക് ഹൈവേ വഴി വരുന്നതിന് പകരം മലയോര മേഖലയിലൂടെ വന്നാൽ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ഭൂമിയുടെ വില വർദ്ധിക്കും, അവർക്ക് പുതിയ കച്ചവടങ്ങളുണ്ടാകും, അതുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനങ്ങളുണ്ടാകും. ഇത് മലയോര ഹൈവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നമ്മൾ കരുതുകയാണ്. പറഞ്ഞാൽ തീരാത്ത വിധം പാലങ്ങളും റോഡുകളും PWDയുടെ ഏതാണ്ട് എല്ലാ റോഡുകളും ഒന്നുകിൽ കിഫ്ബിയോ അല്ലെങ്കിൽ PWDയോ പണം ചെലവഴിച്ചുകൊണ്ട് BMBC ആക്കുകയും BMBC ആക്കാനുള്ള പണം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കിഫ്ബിയോട് ഒട്ടേറെ നന്ദി ആ കാര്യത്തിലുണ്ട്. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളെല്ലാം ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. 1 കോടി മുതൽ 19 കോടി 50 ലക്ഷം രൂപ വരെ ചെലവഴിക്കപ്പെട്ട സ്കൂളുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലുണ്ട്. ചില വർക്കുകൾ പൂർത്തീകരിച്ചു, ചില വർക്കുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ആ വിധത്തിൽ നമുക്ക് കിഫ്ബിയുടെ വലിയ സേവനമാണ് മണ്ഡലത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ, വികസനപൂരിതമാകുന്നതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. റവന്യൂ വകുപ്പ് ഒരു സേവന വകുപ്പാണ്. റവന്യൂ വകുപ്പ് ഒരു സേവന വകുപ്പാണ്, വരുമാനം ഉണ്ടാക്കേണ്ട വകുപ്പാണ്. സാധാരണ നിലയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കല്ല, പുതിയതായി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കലും സേവനം നടത്തലുമായ പ്രവർത്തനങ്ങളാണ് റവന്യൂ വകുപ്പ് നടത്തേണ്ടതെങ്കിലും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട റവന്യൂ ടവറുകൾ, വില്ലേജ് ഓഫീസുകളുടെ സ്മാർട്ടാക്കൽ, ശ്രദ്ധേയമായിട്ടുള്ള തുക നീക്കിവെക്കാൻ ഇതിനായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കിപ്പോൾ ഓർക്കേണ്ടതുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച, ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തെ വ്യത്യസ്തമാക്കിയിട്ടുള്ള ഡിജിറ്റൽ റീസർവേ, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലൂടെയാണ് അതിൻ്റെ ആദ്യഘട്ടം നാം പൂർത്തീകരിച്ചത്. ആദ്യഘട്ടം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലൂടെ പൂർത്തീകരിക്കുമ്പോൾ തുടർന്നുള്ള ഘട്ടങ്ങളിലേക്ക് നമുക്ക് പണം അനുവദിക്കാനുള്ള ഗ്യാരണ്ടി കിഫ്ബി ആയിരുന്നു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടെ ഭൂമിയുടെ അളവുകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, കല്ലൂരി കളഞ്ഞ് അതിർത്തി മാറ്റാൻ കഴിയാത്ത വിധത്തിൽ ഡിജിറ്റൽ വാലി എല്ലാ ഭൂമിയെയും സംബന്ധിച്ച് റവന്യൂ വകുപ്പിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടുണ്ടാകുന്നതും മറ്റു വകുപ്പുകളുടെ ആവശ്യത്തിന് വേണ്ടി നൽകാവുന്നതും മാത്രമല്ല, വളരെ ഗൗരവമായ വിധത്തിൽ നമുക്ക് പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ മേഖലയെ കൊണ്ടുപോകാനും കിഫ്ബിയുടെ സംഭാവനകൾ വളരെ മഹത്തരമാണ്. റവന്യൂ ടവറുകളിൽ വടകരയും പട്ടാമ്പിയും ഇപ്പോൾ ആരംഭിക്കുകയാണ്. ബാക്കി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും കിഫ്ബി പണം മാറ്റിവെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു അത്ഭുതമാണ് കിഫ്ബി. കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുവരുന്ന
ഭൗതിക സാഹചര്യ വികസനങ്ങളുടെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്ന ചിന്തിക്കാൻ പോലും കഴിയാത്ത മാറ്റങ്ങൾക്ക് കിഫ്ബി വഴിവെച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, ആ കിഫ്ബിയിലൂടെ നാം ലോകത്തിന് വ്യത്യസ്തമായി കാണുകയാണ്. കേരള മോഡൽ എന്നാണ് കേരളത്തിന് എപ്പോഴുമുള്ള പ്രത്യേകത. ആ കേരളത്തിൻ്റെ പുതിയ മോഡലിലേക്ക് കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ കിഫ്ബി നൽകിയ സംഭാവനകൾ മഹത്തരമാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ തുടർന്ന് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ഇടപെടലിന് കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം.